ഗുരുവായൂരേക്ക് പോവുകയാണ്. മുസ്ലിം ലീഗ് മത്സരിക്കുന്ന മറ്റൊരു മണ്ഡലമാണ്, പക്ഷേ LDFന്റെ സിറ്റിംഗ് സീറ്റാണ്. സാധ്യതകളെ കുറിച്ചൊക്കെ ഒരുപാട് ചർച്ച നടന്നു. ഒരുപാട് പേര് ആഗ്രഹിച്ച സീറ്റ് കഴിഞ്ഞ പ്രാവശ്യം ഒരുപാട് പേര് ആഗ്രഹിച്ച സീറ്റാണ്. കഴിഞ്ഞ പ്രാവശ്യം CPM ആ സീറ്റ് നിലനിർത്തി. പുതിയ ആളാണ് വന്നത്. അവിടുത്തെ ഏരിയ സെക്രട്ടറി അബ്ദുൽ ഖാദർ മാറി അവിടെ പുതിയ ആള് വന്നു. അക്ബറാണ് മത്സരിച്ചത്. കഴിഞ്ഞ തവണ KN ഖാദർ ആയിരുന്നു മുസ്ലിം ലീഗ്. അവിടെ നല്ല UDFന്റെ മുസ്ലിം ലീഗിന് നല്ല സ്ഥാനാർത്ഥി തന്നെ വന്നു. അല്ല, തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ജില്ലാ പഞ്ചായത്തിൽ UDF നേട്ടം ഉണ്ടാക്കിയ ഒരു മണ്ഡലം ഗുരുവായൂരാണ്. അവിടുത്തെ കോസ്റ്റൽ ഏരിയയിലുള്ള ഡിവിഷനിലൊക്കെ UDFന് ജയിക്കാൻ സാധിച്ചു. അതുപോലെ തന്നെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അതിന്റെ പേരിൽ K മുരളീധരൻ ഗുരുവായൂരിൽ മത്സരിച്ചേക്കുമോ എന്നുള്ള വാർത്തയുണ്ടായിരുന്നു. എന്തായാലും NK അക്ബറിന് ഗുരുവായൂരിന്റെ സിറ്റിംഗ് MLAക്ക് എത്ര മാർക്ക്? 64.47 ഉള്ളൂ മാർക്ക്. ഒരു എബോ ആവറേജ് പെർഫോമൻസ്. വളരെ വെരി ഗുഡ് എന്നോ എക്സലന്റ് ഒന്നും പറയാനില്ല. റാങ്കും 86 86ാമത്തെ റാങ്കാണ്. 140 MLAമാരിൽ 86ാമത്തെ റാങ്കാണ് ഗുരുവായൂരിൽ NK അക്ബറിന്. അപ്പോൾ മണലൂര് പോലെ ഒരു അട്ടിമറി തൃശൂർ ജില്ലയിൽ ഒരു സീറ്റ് കൂടി LDFന് നഷ്ടമാവുന്ന സിനാരിയോ ആണോ കാത്തിരിക്കുന്നത്? മണലൂരിലെ പോലെ ഒരു അട്ടിമറി ഗുരുവായൂരിലും സംഭവിക്കുമോ? അതറിയാൻ കോറിന്റെ റിസൾട്ട് നമ്മുടെ സ്ക്രീനിൽ തെളിയേണ്ടതുണ്ട്. എന്താണ് ഗുരുവായൂരിലെ രാഷ്ട്രീയ സാഹചര്യം? നിലനിർത്തുമോ പോകുമോ LDFനെ സംബന്ധിച്ച്? നോക്കാം. ഗുരുവായൂർ അവിടെ മുന്നിൽ LDF തന്നെ 45.81, 45.81 LDF, 37.93 UDF, NDA 16.26, ലീഡ് 7.88 ലീഡുണ്ട്. 7.88 ലീഡ്. ഗുരുവായൂർ പോലത്തെ ഒരു ടൈറ്റ് മണ്ഡലത്തിൽ കംഫർട്ടബിൾ ആണ്. അവിടെ വളരെ ദീർഘകാലമായിട്ട് LDFന്റെ കയ്യിലിരിക്കുന്ന ഒരു മണ്ഡലമാണ്. ലീഗ് അവിടെ മത്സരിക്കുന്നത് കൊണ്ടാണ് UDFന്റെ സാധ്യതകളെ മാറി കോൺഗ്രസ് മത്സരിച്ചാലോ ഒരു പക്ഷേ കുറച്ചും കൂടി മത്സരം ടൈറ്റ് ആവുന്ന ഒരു സാഹചര്യം ഉണ്ടാവും. അവിടെ ലീഗ് ഇത്തവണ വീണ്ടും മത്സരിക്കുന്നു. അവിടെ ലീഗ് പല പരീക്ഷണങ്ങളും നടത്തിയിട്ടുണ്ട്. ഇത് മനസ്സിലാക്കേണ്ടത് കഴിഞ്ഞ തവണത്തേക്കാൾ ഭൂരിപക്ഷം കുറയുന്നുണ്ട്. ഇപ്പം മണലൂര് കേസ് പറഞ്ഞു. മണലൂരിൽ 50-ൽ താഴെയാണ് റേറ്റിംഗ്. ഇത് 64ആണ്. അത്ര മോശമെന്ന് പറയാനില്ല. ഒരു എബോ ആവറേജ് പെർഫോമൻസ് കാഴ്ചവെക്കുന്ന നമ്മൾ പറഞ്ഞ പ്രാദേശികമായ ഒരു MLA എന്ന രീതിയിൽ ഗുരുവായൂർ LDF നിലനിർത്തുന്നു. 2006 തെരഞ്ഞെടുപ്പിന് മുമ്പാണ് അവിടെ ചാവക്കാട് മുനിസിപ്പൽ ചെയർമാൻ കൊല്ലപ്പെട്ടതും വലിയ രാഷ്ട്രീയ വിവാദമൊക്കെ ഉണ്ടായതും. എന്നാലും LDFനെ സംബന്ധിച്ച് ജയിക്കാൻ കഴിയുന്ന ഒരു സീറ്റായിട്ട് ഗുരുവായൂർ തുടരുന്നു എന്നുള്ളതാണ് തൃശ്ശൂരിൽ നിന്നുള്ള വാർത്ത.